വെൽക്കം ബാക്ക് ടു റിവ്യൂ മീഡിയ. നമ്മൾ വണ്ടിയുടെ വീഡിയോ, ഡെലിവറി വീഡിയോ, ബുക്കിംഗ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ചാൽ വണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ പല രീതിയിൽ വർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള ഒരു വർക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടി വി ക്യാബിൻ സെറ്റ് ചെയ്യുന്നത്, പിന്നെ ഇൻറ്റീരിയർ കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും, പിന്നെ സൗണ്ട്, സബ്, സ്പീക്കർ, പിന്നെ കുറച്ച് വർക്കുകൾ, ഓവറായിട്ട് വർക്കും കാര്യങ്ങളും ചെയ്യണില്ല. അപ്പം ഞാനിവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഓട്ടോകൂൾ നമ്മുടെ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൻ്റെ അടുത്താണുള്ളൊരു വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല കൊട്ടേഷനും കാര്യങ്ങളും എടുത്തതിൽ നിന്നും കുറച്ചുകൂടി റേറ്റ് നമുക്ക് അധികം ബഡ്ജറ്റ് ഇല്ലാത്ത രീതിയിലും ഒരു മിനിമം ബഡ്ജറ്റിലും അന്ന് അത്യാവശ്യം വർക്കും കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീനുള്ള രീതിയിലുള്ള വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഓട്ടോകൂൾ പേരാമ്പ്ര. അപ്പം നമുക്ക് അവിടുത്തെ വർക്ക്ഷോപ്പിലത്തെ ഡീറ്റെയിൽസ്, അവിടെ എന്തൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട്, അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇവിടെ ഓണർ ഉണ്ടെങ്കിൽ ഓണറായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. അരുൺ ചേട്ടൻ, അപ്പോൾ ആളുടെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ ഒരു ചെറിയ വർക്കിലാണ്. എ സി എന്താ ചേട്ടാ, എ സിയുടെ വർക്കാണോ? നമ്മുടെ അപ്പൊ ഞാൻ പരിചയപ്പെട്ടില്ല. ബ്രഹ്മദേവ്, തൃശ്ശൂരിൽ നിന്ന്. അരുൺ. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ കൊടുത്തിട്ട്, അപ്പോ എനിക്ക് നമ്മുടെ വർക്ക്ഷോപ്പില് കുറച്ച് നമുക്ക് കസ്റ്റമേഴ്സിന്, നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാനായിട്ട് നമുക്ക് എന്തൊക്കെ വർക്കുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത്? നമ്മള് മെയിൻ ആയിട്ട് ടെമ്പോ ട്രാവലറിന്റെ വർക്കുകളാണ്. നമ്മളിപ്പോ ഒരു 20 വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 12 വർഷത്തോളം നമ്മൾ എയർ കണ്ടീഷണർ വർക്ക് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കൂടെ ആഡ് ചെയ്തത് ട്രാവലറിന്റെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഫൈബറിൽ ചെയ്തിട്ട് പിന്നെ വുഡൻ വർക്കാണ് നമ്മുടെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ചാലക്കുടി വർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചാലക്കുടി വർക്ക് എന്ന് പറഞ്ഞാൽ വുഡ് ഫിനിഷ് വർക്കാണ് കൂടുതൽ. അപ്പോൾ ഈ റബ്ബുഡിൽ നമ്മൾ ചെയ്ത് ഒക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഹാൻഡ് മെയ്ഡ് വർക്ക് ചെയ്ത് ഇതേപോലെ സെക്ഷനൊക്കെ ഓരോരുത്തർ ഒട്ടിച്ച് കറക്റ്റ് ചെയ്ത് അതും വുഡ് പാനൽ ചെയ്ത് അങ്ങനത്തെ വർക്കാണ് നമ്മുടെ വർക്ക്. ഞാൻ നമ്മുടെ സാമ്പിൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആദ്യം ഈ ട്രാവലർ പുതിയ വണ്ടി കസ്റ്റമർ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ ഇന്റീരിയർ മൊത്തം അഴിച്ചതിന് ശേഷം അങ്ങനെ വെച്ചാൽ നമ്മൾ ഫ്രെയിം വർക്കാണ് ചെയ്യുക. അതേപോലെ നമ്മൾ ഇത് റൂഫ് ടോപ്പിന്റെ റൂഫ് ടോപ്പിനുള്ള പ്ലൈവുഡ് ആണ്. ഇതിൽ നമ്മൾ ഇതേപോലെ ആംഗിളൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഈ സൈഡിൽ ഇതേപോലത്തെ ആംഗിൾ വെച്ചിട്ട് ഇത് നമ്മൾക്ക് സെറ്റ് ചെയ്യും. അതുപോലെ ബെർത്തിനുള്ള ഫിറ്റിംഗ്സ് ആണ് ഇത് വരുന്നത്. ഈ ബെർത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വെയിറ്റ് വേണമെങ്കിലും ഇടാം. ഇവിടെ ബെർത്തിന്റെ ആംഗിൾ അതുപോലെ ഇവിടെ വെക്കും, ഇതിൽ വരും. അങ്ങനെ ഒരു ബെർത്തിന് നമുക്ക് ഈ സൈഡിൽ മാത്രം 1, 2, 3, 4, 5 എണ്ണം ഒരു സൈഡിൽ പിടുത്തം വരും. ഈ മുകളിലായിട്ടൊരു 3 എണ്ണം പിടുത്തം വരും. അങ്ങനെയാണ് ഈ ബെർത്തിന്റെ ഫിറ്റിംഗ്സ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനും നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കർട്ടൻ ആയാലും കർട്ടന്റെ പീസ് വരുമ്പോൾ എല്ലാവർക്കും ഒരു കംപ്ലൈന്റ് ആണ്, കർട്ടൻ പെട്ടെന്ന് ഊരി പോരുക എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മളൊരു 180 പീസ് വെച്ച് ഇതേപോലെ അടിയിലും മുകളിലും അടിച്ചിട്ട് അതുമ്പോഴേക്കാണ് നമ്മൾ ഫിറ്റിംഗ്സ് വരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് പേഡ്, നമ്മളെ വുഡൻ വർക്കാണ്. സൈഡ് പേഡൊക്കെ ഇതേപോലെ ബോഡിക്ക് കംപ്ലൈന്റ് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രെയിം ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് ട്രാവലറുകൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് പേഡുകളൊക്കെ ഈ പശ കമ്പനിയുടെ കിട്ടും. അപ്പൊ നമ്മൾ ഈ മെറ്റൽ പേസ്റ്റ് കൊണ്ടുണ്ട് PU പേസ്റ്റ്. ഈ PU പേസ്റ്റ് നമ്മൾ ഇതുപോലെ എല്ലാ സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ടോപ്പിലും ഇതുപോലുള്ള AC ഫിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ലീക്ക് വരാതിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കുന്ന. വണ്ടി പോകുമ്പോൾ യാതൊരു അനക്കൊന്നും ഉണ്ടാവില്ല, നല്ല സ്മൂത്ത് ആയിട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള ഇതിലാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ജിങ്കി ടൈപ്പ് AC, അതല്ലെങ്കിൽ PKN, വാല്യൂ, അങ്ങനെ ഒരുപാട് AC കളുണ്ട്. വാല്യൂയുടെ ഡീലറാണ് നമ്മൾ. ഇപ്പൊ PKN AC ചിലർ കസ്റ്റമർ പുറത്തുനിന്ന് കയറ്റി കൊണ്ടുവരും. ഇത് നമ്മുടെ കർട്ടന് വരുന്ന പൈപ്പാണ്. കർട്ടന്റെ ഒക്കെ SS സ്റ്റീലിന്റെ പൈപ്പാണ് നമ്മൾ കർട്ടനൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ ബെർത്ത് വന്നിട്ട് നമ്മൾ ഇവിടെ ഡൈ എടുത്തിട്ട് ഫൈബറിൽ ഇതുപോലെ ഡൈ അടിക്കും. ഇതൊക്കെ പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്, യാതൊരു കനയില്ല, പക്ഷെ നല്ല ബലമുള്ള ടൈപ്പ് ഇതാണ്. ഇതിന്റെ മുകളിലാണ് നമ്മൾ വുഡിന്റെ വർക്കുകൾ കയറ്റുക. സൈഡ് ബേഡ് 19 സീറ്ററിന് സൈഡ് ബേഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെയാണ് ഇതിന്റെ റബ്ബുഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഗ്ലാസ് വർക്ക് വരും, അതിന്റെ അതിൽ LED ലൈറ്റ് വരും. അങ്ങനെയാണ് ഈ സൈഡ് ബേഡ് ചെയ്യുന്നത്. അതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെർത്തിൽ വരുന്ന സ്പീക്കറുകൾ ആഡ് ചെയ്യാനുള്ള വുഡുകളാണ്. ഇതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് അറിയാം, നമ്മുടെ ഈ സൈഡ് വരുന്ന പോസ്റ്റ് ഇതിലും ഇതേപോലെ ഗ്ലാസ്സിൽ ഡിസൈൻ ചെയ്യും. എന്നിട്ട് ഇതിൽ ലൈറ്റ് വരും. അതുപോലെ നമ്മുടെ ബെർത്തിനകത്ത് ഇതാണ് നമുക്ക് ബെർത്തിന്റെ അടിയിലായിട്ട് വരുന്ന വുഡിന്റെ പീസാണ്. ഇതിലാണ് നമ്മൾ AC വെന്റുകൾ വെക്കുക. ഇത് ഗ്ലാസ് വർക്കായിട്ടാണ് ഇത് വരിക. ഇതിന് നമ്മൾ പിക്സൽ വർക്കോ അല്ലെങ്കിൽ LED ചാനലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇതിലിടാം.
അപ്പം എല്ലാ വർക്കുകളും നമ്മുടെ ഹാൻഡ് മെയ്ഡ് വർക്കുകളാണെന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വക കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഓരോ ചെറിയ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് കൃത്യമായിട്ട് നോക്കിയിട്ട് വണ്ടിമേ വെച്ച് 100% അളവ് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് ഇതാക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വുഡുകളൊക്കെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ വുഡുകളൊക്കെ നമ്മൾ ഈ രീതിയിലാണ് പോളിഷ് ചെയ്തെടുക്കുക. ഇത് വുഡ് പോളിഷ് വെച്ചിട്ട് ഗണ്ണിൽ പോളിഷ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സാധനത്തിന് ഒരിക്കലും കംപ്ലൈന്റ് ഉണ്ടാവില്ല, പൊട്ടലോ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 വർഷമെങ്കിലും ഈ വുഡുകൾ നിൽക്കുന്നുള്ളതാണ് ഗ്യാരണ്ടി. അതുപോലെ തന്നെ നമ്മൾ ഫ്ലോറിൽ ഇടുന്ന വുഡ് പ്ലൈവുഡ് ആയാലും മറൈൻ്റെ പ്ലൈവുഡാണ് ഉപയോഗിക്കുക. ലോക്കൽ പ്ലൈവുഡ് ഉപയോഗിക്കില്ല. 25 വർഷം ഗ്യാരണ്ടി ഉള്ള പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുക. ഇത് നമ്മുടെ മുകളിൽ വരുന്ന റൂഫ് ടോപ്പാണ്. ഇത് നമ്മൾ കണ്ട ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഡിസൈൻ. നമ്മൾ ഇതിൽ അക്രലിക്കിന്റെ 3mm ഗ്ലാസ്സിൽ നമ്മൾ ഡിസൈൻ വർക്ക് ചെയ്തിട്ട് ആ സാധനം ഒട്ടിച്ചിട്ടാണ് ചെയ്യുക. ഇതാണ് നമ്മൾ സെന്ററിൽ റൂഫ് ടോപ്പിൽ സെന്ററിൽ വരുന്നത്. അപ്പൊ അതുപോലെ ഇത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഈ ഷേപ്പിൽ നമ്മൾ വുഡ് കട്ട് ചെയ്തിട്ട് ഇതിലാണ് നമ്മൾ അക്രലിക്കിന്റെ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്സിലാണ് നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ഇങ്ങനെ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ LED മോഡ്യൂളിലായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഈ പോസ്റ്റിനകത്തിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഈ ഡിസൈനാണ് നമ്മളിപ്പോൾ ഈ അക്രിലിക്കിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ പോസ്റ്റിനകത്ത് ഈ ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ആഡ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ പുറകിൽ നമ്മൾ ഇതുപോലെ LED ലൈറ്റുകൾ അടിക്കും. അപ്പോൾ മുകളിലടിക്കും, ഷെയ്ഡ് മുകളിലേക്ക് കിട്ടാനായിട്ട്. ഇതാണ് നമ്മൾ എന്നിട്ട് വണ്ടിയുടെ പോസ്റ്റിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വണ്ടി വർക്ക് ചെയ്തിട്ട് ഏകദേശം 9 വർഷമായി. 9 വർഷമായി. അപ്പോൾ അതേ സീലിങ്ങും കാര്യങ്ങളാണ്. നമ്മളിത് ഒന്നും ചെയ്തിട്ടില്ല. ഈ സീലിംഗ് ഒക്കെ ഇപ്പോൾ ഊരിയെടുത്ത് ഇതിൻ്റെ റെക്സിൻ മാത്രം മാറ്റാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് റെക്സിൻ ചെയ്തു, പാച്ച് വർക്കും പെയിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. റൂഫ് ടോപ്പ് നമ്മൾ 9 വർഷം മുമ്പ് നമ്മൾ കയറ്റിയിട്ടുള്ള റൂഫ് ടോപ്പ് ഇന്നും ഒരു കളറിന് പോലും ഒരു ഡാമേജ് പോലും വന്നിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ റെക്സിൻ മാത്രം ഇപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ സൈഡും അതുപോലെ എല്ലാം ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലോറ് അതുപോലെ തന്നെ 9 വർഷമായി ഫ്ലോർ പലകകൾ മാറ്റി പുതിയ പലക ഫ്ലോറിലിട്ട് കൊടുത്ത് അതുപോലെ സീറ്റ് ഫിറ്റ് ചെയ്യാൻ കൊടുത്ത് 19 സീറ്റർ വണ്ടിയാണ് ട്രാവലർ 19 സീറ്റർ. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. നമ്മളെന്ന് വെച്ചാൽ ഇതിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. കമ്പനി വന്നു, നമ്മൾ AC ചെയ്തു. AC ചെയ്തതിന് ശേഷം 2 ബെർത്ത്, ആ 2 ബെർത്തിലേക്ക് ACയുടെ ഡക്റ്റിംഗ് ചെയ്തു, കർട്ടൺ ഫിറ്റ് ചെയ്തു, അതുപോലെ തന്നെ പോസ്റ്റ്. അതുപോലെ ഈ കമ്പനി വരുന്ന ഈ സൈഡ് ബേഡ് ഉണ്ട്. ഈ സൈഡ് ബേഡ് എന്ന് പറഞ്ഞാൽ കാർഡ്ബോർഡാണ്. പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്ന കാരണം പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മുകളിലും ഈ സെൻട്രലായിട്ട് ഇങ്ങനെ അലുമിനിയത്തിന്റെ ഓരോ പട്ടകൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു LCD ക്യാബിൻ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ വർക്ക്. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വർക്ക്. തൽക്കാലം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ബഡ്ജറ്റ് അനുസരിച്ച് ചെറിയ രീതിയിൽ പണിത് 2 വർഷം മൂടുക. 2 വർഷം മൂടിയതിനു ശേഷം ഫുള്ളായിട്ട് ഇന്റീരിയൽ പണിയാന്നുള്ള താല്പര്യർക്ക് കുറെ വണ്ടിയുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ വണ്ടി ഇത്തരത്തിലാണ് പണിത് ഇറക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പോസ്റ്റ് കണ്ട, അതിപ്പോ നമ്മൾ പോസ്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതുപോലെ ഈ ബെർത്തിന്റെ അടിയിലൊക്കെ ഇങ്ങനെ വരും. ഇത് AC പെർ സീറ്റിലേക്ക് നമ്മൾ ഡക്റ്റിംഗ് ചെയ്യുന്നതാണ്. ഓരോ സീറ്റിലേക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാം. അതുപോലെ ഓരോ ഡബിൾ സീറ്റിലേക്കും ഈ സൈഡിലെ ഡബിൾ സീറ്റ്, വൺ സൈഡ് സിംഗിൾ സീറ്റ്, ഇതിലേക്ക് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ബെർത്തിൽ തന്നെയാണ് നമുക്ക് ഒരു 3 സ്പീക്കർ ബോക്സ് ഉള്ളത് നമുക്ക് ഉണ്ട്. അത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡാൻസ് കളിക്കാം. ഒരു എനക്കും പറ്റില്ല. അത്ര സ്ട്രോങ് ആണ് നമ്മുടെ ബെർത്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഒക്കെ നട്ട് ബോൾട്ട് വെസ്റ്റ് ആണ്. ഒന്നും വെൽഡ് ചെയ്ത് പിടിപ്പിച്ചുള്ള സിസ്റ്റം ഇല്ല നമുക്ക്. എല്ലാം ഗ്യാരണ്ടി ആയിട്ടുള്ള ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ. AC എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെർമ എന്ന് പറഞ്ഞ AC ആണ്. അത് സാധാരണ മിനി ബസ് അതുപോലെ ടെമ്പോ ട്രാവലറിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് വെക്കുന്ന ഒരു AC ആണ്. ഓൾ ഇന്ത്യ നമ്മൾ തന്നെയാണ് ഇതിന്റെ സെയിൽസും സർവീസും കൊടുക്കുന്നത്. ഇതിന്റെ പേര് പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന AC ആണ്. ഫുൾ കോപ്പർ കോയിലായിട്ട് വരുന്ന AC ആണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ റൂഫ് ടോപ്പ് ACകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് റൂഫ് കട്ട് ചെയ്യണം, എയറിനുള്ള വെന്റ് കട്ട് ചെയ്യണം, നല്ലൊരു വലിയ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നിർത്തുക. അതാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ഈ സാധനം നമ്മൾ തുരുമ്പൊക്കെ വന്ന് വെള്ളം ലീക്ക് വന്ന് ഒരുപാട് കംപ്ലൈന്റുകൾ നമ്മുടെ ഈ ബോഡി ഗാരേജും കൂടി ഉള്ള കാരണം ഇവിടെ വരാറുണ്ട്. അപ്പം നമ്മളത് പുറത്ത് പോയി നമ്മൾ ഒരുപാട് വണ്ടികളിൽ നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു AC ആണ് ഈ സാധനം. അപ്പം നമുക്കിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 19 സീറ്റർ വരെയുള്ള വണ്ടികൾ പക്ക ചിൽഡ് കൂളിംഗ് ആവുന്ന AC ആണ്. എന്നാൽ എഞ്ചിന് യാതൊരു വിധ ലോഡും വരുന്നില്ല. അത് കോപ്പറിന്റെ കോയിലാണ്. നമുക്കിത് സിമ്പിൾ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ ഏറ്റവും പുറകിൽ വെക്കാം. ഇതിന് 3 ബ്ലോവർ മോട്ടറുകളാണ് അടിയിൽ വരുന്നത്. ഇതൊരു മോട്ടറാണ്, ഇതൊരു മോട്ടറാണ്, ഇതൊരു മോട്ടറാണ്. 3 ബ്ലോവർ മോട്ടറിനും കൂടിയിട്ട് 6 ഫാനാണ് ഇതിൽ വരുന്നത്. 6 ഫാൻ വെച്ച് തള്ളുന്ന സമയത്ത് നമുക്ക് ഈ ACയുടെ ഇത്രയും ഭാഗം നമ്മൾ ഒരു ബെർത്തിലേക്കും അതുപോലെ ഇത്രയും ഭാഗം നമ്മൾ ഇപ്പുറത്തെ ബെർത്തിലേക്കും കൊടുക്കും.
സെന്റർ നമുക്ക് വണ്ടിയുടെ സെന്ററിലേക്ക് കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 90 സീറ്റർ വരെ നമുക്ക് ഈ ബർത്തിൽ കൂടെ സാധാരണ റൂഫ് ടോപ്പ് AC കിട്ടുന്ന പോലെ തന്നെ എല്ലാ സീറ്റിലേക്കും നമുക്ക് AC നല്ല ഫ്ലോയോട് കൂടി AC കിട്ടും. അതുപോലെ തന്നെ യാതൊരു കംപ്ലൈന്റും ഇല്ല ഈ സാധനം. അതുപോലെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് റബ്ബർ ഹോസ്, സാധാരണ റൂഫ് ടോപ്പ് AC വരുന്ന പോലെ റബ്ബർ ഹോസും അതുപോലെ തന്നെ ഈ വയറിംഗ് കിറ്റുമാണ്. ഡിജിറ്റൽ ടൈപ്പ് വയറിംഗ് കിറ്റാണ് ഇതിന് വരുന്ന. അവിടെ നിന്ന് ഡിസൈൻ ചെയ്യിച്ച് എടുക്കുന്നതാണ്. ഒറിജിനൽ നല്ല ഏറ്റവും കൂടിയ 6mm വയർ, ഫിനോലെക്സിന്റെ 6mm വയറാണ് നമ്മൾ ഇട്ടിട്ട് ഈ വയറിംഗ് കിറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ സ്ലീവുകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇത്. ഇതാണ് ഇതിന്റെ മുകളിൽ വരുന്ന യൂണിറ്റിന്റെ ബോക്സ്. ഇതിനകത്താണ് നമ്മുടെ 2 ഫാനുകൾ വരും. കണ്ടൻസർ ഫാൻ, ബെസ്റ്റ് AC ടൈപ്പ് ഫാൻ എന്നാണ് പറയുക. ആ ഫാൻ വെച്ചിട്ടാണ് ഇതിന്റെ ഈ കണ്ടൻസേഷൻ എയർ വാക്യൂം ചെയ്ത് കളയുന്നത്. ഇതാണ് നമ്മുടെ കണ്ടൻസർ യൂണിറ്റ് വരുന്നത്. ഇതിനകത്ത് ഡ്രയറും അതുപോലെ 24 and 28 കണ്ടൻസർ മൾട്ടികോർ കണ്ടൻസറാണ് വരുന്നത്. ഈ മൾട്ടികോർ കണ്ടൻസറും അതുപോലെ തന്നെ അതിന്റെ ഫ്രെയിമിനകത്ത് നമ്മൾ ഈ റബ്ബർ ഹോസ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഫാൻ വെച്ച് വലിച്ചിരുന്നത്. അതുകൊണ്ട് സാധാരണ AC വരുന്ന പോലെ വലിയ ബോക്സ് വരില്ല, ചെറിയൊരു ബോക്സേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വണ്ടി എവിടെ പാർക്കിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സൗകര്യപ്രദമാണ്. വലിയ മുകളിൽ സാധാരണ കാണുന്ന പോലെ വലിയൊരു അലമ്പായിട്ടുള്ള ഒരു വലിയ ബോക്സ് അല്ല, ചെറിയൊരു ബോക്സ്. വ്യത്യസ്തമായിട്ട് നമ്മൾ ഇറക്കുന്ന ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള AC ആണ് നമ്മുടെ ഈ ഫെർമ എന്ന് പറഞ്ഞ AC. ഈ AC നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ തന്നെയാണ് ഇപ്പോൾ സെയിലിംഗ് നടത്തുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ 12 വോൾട്ട് അതുപോലെ 24 വോൾട്ട് 2 ടൈപ്പ് AC നമുക്ക് വരുന്നുണ്ട്. ഇതിൽ 18 കിലോ വാട്ടാണ് അതിന്റെ കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ 3 ബ്ലോവർ മോട്ടറുകൾ, 6 ഫാൻ, അങ്ങനെ ആണ് ഇതിന്റെ യൂണിറ്റ്. ഇതിൽ വെക്കുന്ന കംപ്രസർ എന്ന് പറഞ്ഞാൽ നമുക്ക് TM21 അതുപോലെ സാൻഡൻ 510 കംപ്രസർ, ഈ 2 ടൈപ്പ് കംപ്രസർ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫിറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ ഈ 510 കംപ്രസർ ആകുമ്പോൾ നമുക്ക് 155 cc ആണ് കംപ്രസർ വരുന്നത്. എഞ്ചിൻ ലോഡ് കുറവായിരിക്കും. അതിന് 7 പിസ്റ്റൺ ആയതുകൊണ്ട് തന്നെ അതിന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. നമുക്ക് സെക്ഷൻ സക്കിങ് ആൻഡ് ഡിസ്ചാർജിങ് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. എഞ്ചിന് ലോഡും കുറവാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ റബ്ബർ ബ്രിഡ്ജസ്റ്റോണിന്റെ റബ്ബർ ഹോസ് ആണ് ഇടുന്നത്. അതുകൊണ്ട് റബ്ബർ ഹോസ് നമുക്കറിയാം ബസ്സിനും അതുപോലെ വലിയ ട്രക്കുകൾക്കും ബസ്സിനും എല്ലാത്തിനും നമുക്ക് ഈ റബ്ബർ ഹോസ് തന്നെയാണ് വരുന്നത്. യാതൊരു കംപ്ലൈന്റ് ഇല്ല. വേണം എന്ന ആലോചിക്കും ചില കസ്റ്റമർ നമ്മളോട് പറയുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമ്മൾ കോപ്പറിന്റെ പൈപ്പുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അലുമിനിയം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കോപ്പർ പൈപ്പ് ഇട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. റബ്ബറായാലും കോപ്പറായാലും ഒക്കെ നമ്മുടെ ചിലവൊക്കെ ഒരുപോലെയാണ്. ചെറിയ ലേബറിന്റെ ചെറിയ വ്യത്യാസം വരുള്ളൂ. ഒരുപാട് എൻക്വയറി ഉണ്ട്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഒരു മാസം നമുക്കൊരു 50-100 പീസൊക്കെ നമ്മൾ വിളിച്ച് എൻക്വയറി നടത്തുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഈ റൂഫ് ടോപ്പ് കട്ട് ചെയ്യാത്ത വണ്ടികൾക്ക് സാധാരണ ഇന്റീരിയർ ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ബെർത്തേഴ്സ് വേണം എന്ന് ആവശ്യപ്പെടുന്ന കസ്റ്റമറിന് ഈ AC ആണ് ഏറ്റവും സൂട്ടബിൾ ആവുക. അതല്ലെങ്കിൽ നമുക്ക് ആ റൂഫ് ടോപ്പ് മുഴുവൻ ആദ്യം അഴിക്കേണ്ടി വരും. എന്നിട്ട് അതിൽ AC കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടോപ്പിലെ ഡിസൈൻ മാറ്റേണ്ടി വരും. അപ്പോൾ ഏറ്റവും സൂട്ടബിൾ ആയിട്ട് നമുക്ക് ഇന്റീരിയർ വർക്ക് കഴിഞ്ഞ വണ്ടിക്കായാലും ഇന്റീരിയറിന് മുൻപ് ഉള്ള വണ്ടിയായാലും ആ ഡിസൈൻ ഒന്നും പോവാതെ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ AC ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അരുൺ ചേട്ടാ, അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഞാൻ ഇവിടെ കൊടുന്ന് വണ്ടി ഇട്ടു. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇതിൽ നിന്നും കുറച്ചുകൂടി അധികം ലെവലിൽ ചെയ്യണമെന്നില്ല. കാരണം ഓൾറെഡി നോർമൽ അർബാനയിൽ എല്ലാവരും സിമ്പിൾ ആയിട്ട് രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഓൾറെഡി അർബാന വരുമ്പോ തന്നെ അത്യാവശ്യം റൂഫും അതുപോലെ ബെർത്തും അത്യാവശ്യം സൗകര്യങ്ങൾ AC എല്ലാം പക്കയാണ്. പിന്നെ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു വീഡിയോ ക്യാബിൻ, നല്ലൊരു വീഡിയോ ക്യാബിൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പുറകിലൊരു സ്പീക്കർ, ബാക്കപ്പ് പുറകിലായിട്ട് ഇതിലായിട്ട് നമുക്ക് 2 സ്പീക്കർ വെക്കാം. അതുപോലെ തന്നെ ബെർത്തിലേക്കും വേണമെങ്കിൽ നമുക്ക് സ്പീക്കർ വെച്ചിട്ട്, എന്നുവെച്ചാൽ ഇതിന്റെ സ്പീക്കർ വളരെ വാട്ട്സ് കുറഞ്ഞ സ്പീക്കറാണ് കമ്പനി വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല എഫിഷ്യൻസി കിട്ടും. അതുപോലെ തന്നെ മ്യൂസിക് ആസ്വദിക്കുന്ന ആൾക്ക് ഫിക്സഡ് ഗ്ലാസ് ആണല്ലോ. അപ്പോൾ ചെറിയ വോളിയം വെച്ചാലും നല്ല രസത്തിൽ കേൾക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു സ്പീക്കറും സെറ്റൊക്കെ കയറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്മോക്ക്, എന്നുവെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരുള്ള ട്രെൻഡ് അറിയാലോ, സ്മോക്കൊക്കെ വെച്ച് അത് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്മോക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിന്റെ ഇൻവെർട്ടർ ഇപ്പോൾ ബ്രഹ്മയിൽ തന്നെ ഉണ്ടാക്കിയ ഇൻവെർട്ടർ ആണുള്ളത്. അടിപൊളി സാധനം. എന്ന് വെച്ചാൽ 750 വാട്ട്സിൽ ചെറിയ ബോക്സിൽ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം വെച്ച് തന്നെ നമുക്ക് സ്മോക്കും കൊടുക്കാം. അതുപോലെ ബാക്കിലൊരു ഡിസ്കോ ലൈറ്റ്, AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്കോ ലൈറ്റ് ഇതിലായിട്ട് വെക്കുക. പിന്നെ നമുക്ക് 2 സൈഡിൽ സ്പീക്കറും കൊടുത്താൽ പോരാ. പിന്നെ ഉള്ളില് ഒരു ക്യാമറ, റിവേഴ്സിനും അല്ലെങ്കിൽ ഫ്രണ്ടും വ്യൂ കാണാൻ ഒരു ക്യാമറ, CCTV സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. CCTV സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ വേറെ നമുക്ക് സെപ്പറേറ്റ് വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ കർട്ടൻ വേണമെങ്കിൽ കർട്ടൻ അടിച്ചു കൊടുക്കാം. കർട്ടനിലേക്ക് ഒരു ലൈറ്റ്, അതായത് ഒരു ഗോൾഡ് ഷെയ്ഡ് ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോ വേണ്ടതിൽ ഫ്ലോറിലൊരു മാറ്റ് ഏതെങ്കിലും നമുക്ക് ഗ്ലാസ് ടൈപ്പ് നൂഡിൽസ് അല്ലെങ്കിൽ ഗ്ലാസ് ടൈപ്പ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇത്ര തന്നെയാ ഇതിന്റെ ഒരു അർബാനിക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ടന്റെ കവർ വേണമെങ്കിൽ സീറ്റിൽ
ഫിക്സ് ചെയ്യാന്ന് മാത്രം. ഫിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ അർബാനിയയിൽ TV ക്യാബിൻ കണ്ടിട്ടുള്ളത് നമുക്ക് ഈ റൂഫ് ടോപ്പിൽ ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ്. നമുക്കത് വലിച്ച് നിവർത്തി പിന്നെ അത് കഴിഞ്ഞാൽ അടയ്ക്കുന്ന ടൈപ്പ്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിവർത്തി വെക്കുന്ന സമയത്ത് ആർക്കും ഈ സീറ്റിൽ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യാനോ അതല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് പാസ് ചെയ്യാനോ ഈ ഡ്രൈവറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല, നോർമലി എനിക്ക് തോന്നുന്നു ഞാനിപ്പോ പറഞ്ഞല്ലോ മറ്റുള്ള വണ്ടികൾ വർക്ക് ചെയ്യണവരൊന്നും പേരെടുത്ത് പറയണില്ല, ചെയ്യുന്നതിൽ നിന്നും എല്ലാവരും ഇങ്ങനെ തുറന്നടക്കുന്നതാണ്. അപ്പൊ ഞാൻ അരുൺചേട്ടനോട് വന്നപ്പോ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അരുൺചേട്ടൻ പറഞ്ഞാണ് ഈ പറഞ്ഞ പോയിന്റ് അല്ലേ, തുറന്ന് അടയ്ക്കുമ്പോ ഉള്ള അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് പതുക്കെ നമ്മള് ഇങ്ങനെ പിടിച്ചടച്ചില്ല വെച്ചാൽ ഇപ്പൊ വണ്ടി ഓടിക്കുന്ന ആൾക്ക് അടയ്ക്കൽ പറ്റില്ല. ചിലപ്പോൾ ഇവരാണെന്ന് വെച്ചാൽ കസ്റ്റമറാണ് അടയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വന്നൊരൊറ്റ അടി അടിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കംപ്ലൈന്റ് ആവും. അതുപോലെ തന്നെ ഈ വൈബ്രേഷനിൽ ഇതിന്റെ കംപ്ലൈന്റുകൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ് ഇത്തരത്തിലുള്ള TV ക്യാബിനെ വെച്ചതായത്, പിന്നെ ഒരുപാട് കംപ്ലൈന്റ് ആയപ്പോഴാണ് നമ്മൾ അത് വേണ്ട വെച്ചിട്ട് ഫിക്സഡ് ടൈപ്പ് ആക്കി. അപ്പൊ നമുക്കറിയാം ഇവിടെ AC നോബോർഡ് വരുന്നുണ്ട്. ഈ AC നോബും ഒരു ചെറിയ 1 ലൈറ്റ് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ അടിയിലേക്ക് മാറ്റും, ഇതിൽ കട്ട് ചെയ്ത് ഇവിടെ ഫിക്സ് ചെയ്യും. എന്നിട്ട് ഇതിലാണ് നമ്മുടെ ഒരു ക്യാബിൻ വരിക. നമുക്ക് വേണമെങ്കിൽ 32 ഇഞ്ച് അല്ലെങ്കിൽ 24 ഇഞ്ച് TV വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ അതിന് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 സൈഡിൽ ഇത്തരത്തിൽ കണ്ട ഇതുപോലെ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ക്ലാമ്പുമ്പോഴേക്കാണ് നമ്മൾ പിടിപ്പിക്കുക. ഇവിടെ ഫ്രെയിം ആദ്യം തന്നെ നമ്മൾ ഇതിൽ ഇത്ര വീതിയിൽ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരെ ഡയറക്റ്റ് 4 ബോൾട്ടുമ്പോഴാണ് ഈ ഫുൾ ഫ്രെയിം അടക്കം അത് മിരിക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ആ 4 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ ഫ്രെയിം മൊത്തം ഊരിയെടുക്കാം. ടിവിയുടെ പുറകിൽ എന്തെങ്കിലും ഇൻവെർട്ടർ വേണമെങ്കിൽ നമുക്ക് 2 സൈഡിൽ ചെറിയ ലോക്കർ പോലെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വണ്ടിയുടെ പേപ്പേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ ആംബോ ഇൻവെർട്ടർ ഒക്കെ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അത് സേഫ് ആയിട്ടിരുന്നോളും, TV സേഫ് ആയിട്ടിരുന്നോളും, ഓപ്പറേറ്റ് ചെയ്യാനും സുഖമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് ആക്കിയത്. അതിന്റെ പിന്നെ ഇതിൽ നമുക്ക് മിക്സർ വരുന്നുണ്ടല്ലോ, മിക്സർ മിക്സർ യൂണിറ്റ് സാധാരണ നമുക്ക് നമ്മുടെ TV ക്യാബിൻ ചെയ്യാത്ത വണ്ടികളിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് മിക്സർ യൂണിറ്റ് വെക്കാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമ്മൾ ഒരു വുഡിന്റെ റബ്ബൂട്ടിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നല്ല ഭംഗിയായിരിക്കുന്നത് മാത്രമല്ല ഈ കസ്റ്റമർക്ക് ഒരു കുഴപ്പമുണ്ട് വെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ സാധനം എപ്പോഴും അവർക്ക് തിരിക്കാനൊരു ടെൻഡൻസി വരും, അവർ കുട്ടികളല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ഡ്രൈവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതിലും അതുപോലെ വയർലെസ് മൈക്കാണ്. അപ്പൊ നമുക്ക് അത് വോളിയം മാത്രം ഡ്രൈവർക്കോ കോ ഡ്രൈവർക്കോ ഇവിടെ നിന്ന് നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ രാത്രി നമുക്ക് പാർക്കിംഗ് എന്ന് വെച്ചാൽ പാർട്ടിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇരുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പാർക്കിങ്ങിന്റെ പ്രശ്നം. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സൈഡുകളിൽ നമ്മൾ വൈറ്റ് ലൈറ്റ്, അതായത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ വൈറ്റ് ലൈറ്റ് ഉണ്ട്. അതൊരു 24 ഫീറ്റ് ലെങ്ത് ഉണ്ട് നമുക്ക് വണ്ടിക്ക്. അപ്പൊ നമ്മളൊരു സൈഡിൽ ഒരു 10 ലൈറ്റ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ട് 2 സൈഡിലും വെക്കുകയാണ്. അത് ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ പുറത്തുനിന്ന് കാണുമ്പോഴാണെങ്കിൽ ലൈറ്റ് ആയിട്ട് തോന്നില്ല, എന്നാൽ നമുക്ക് ഏതെങ്കിലും സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ചുറ്റും നല്ല പ്രകാശം ഉണ്ടായിരിക്കും ചെയ്യും. നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ റിവേഴ്സ് ക്യാമറയിലും ഇതിലായാലും ക്ലിയർ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് സാധാരണ ഒരു വണ്ടികൾക്കാണ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ബ്രഹ്മത്തിന്റെ ഐഡിയ പോലെ നമുക്ക് ആ സാധനം ഇതുമ്പോൾ പരീക്ഷിച്ച് നോക്കാം.